ബൈബിളിൽ എന്നെ സ്വാധീനിച്ച ഒത്തിരി വചനങ്ങളിൽ ഒരു വചനമാണ് മസ്റ്റ് വി നോട്ട് ടേക്ക് സോറോ ടു. എന്നുവെച്ചാൽ ദൈവത്തിൽ നിന്ന് ഒത്തിരിയേറെ നന്മകൾ ലഭിച്ച നമുക്ക് എന്തെങ്കിലും ഒരു ക്ലേശം വരുമ്പോൾ അത് എന്തുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്ന് ഒരു വിശ്വാസിയോടും കർത്താവിൻ്റെ വചനം ചോദിക്കുന്നതാണ്. എന്നൊക്കെ ഭാഗം വായിച്ച് കേൾക്കാം. ജോബ് 2:10. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ. ഇത് ജോബ് ചോദിക്കണമല്ല. ഇത് ശരിക്കും നമ്മൾ ദൈവസ്നേഹത്തോടെയാണ് ദൈവവചനത്തെ അനുധാവനം ചെയ്യുന്നതെങ്കിൽ ദൈവത്തിന് അധികാരമുള്ള വിശ്വാസികളുണ്ട്. ഇപ്പം ദൈവത്തിന് അധികാരമുള്ള വിശ്വാസികൾ. ഇപ്പം ജോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്, ജോബിനെ ദൈവം ജോബിൻ്റെ ജീവിതത്തിൻ്റെ മേലെ ദൈവം ഒരു സ്വന്തം വ്യക്തി അല്ലെങ്കിൽ ഒരു പടി എന്ന രീതിയിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ദൈവം അവൻ്റെ മേലെ സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നുണ്ട്, സ്വന്തം ഒരു സ്വകാര്യ വസ്തുവിനെ പോലെ. അതുകൊണ്ടാണ് സാത്താനുമായിട്ടുള്ള ഡിസ്കഷൻ വരുന്നത്. സാത്താൻ നമുക്കറിയാലോ പ്രതീകാത്മകമാണ്. അതായത് സാത്താൻ ഡിസ്കഷനിൽ ദൈവം അഭിമാനത്തോട് ചോദിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഒരു അഭിമാനമാണ് ജോബ്. അതായത് നീ ഭൂമിയിൽ എൻ്റെ ദാസനായ ജോബിനെ കണ്ടോ? അതാണ് ചോദ്യം. വായിച്ചത് ആ ഭാഗം വായിച്ചത്. ജോബ് 2:3. ജോബ് 2:3. എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ. അവനെ പോലെ നിഷ്കളങ്കനും നീതിനിഷ്ഠനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ? ദൈവം ഒരു മനുഷ്യനെ കുറിച്ച് അഭിമാനിക്കുന്നത് ബൈബിളിലെ ഒരു വല്ലാത്ത ഒരു പ്രമേയമാണ്. ഇത് നമ്മളുടെ ഒരു റെഫറൻസ് പോയിൻ്റാണ്. നമ്മളും ഇപ്പം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അയ്യോ എനിക്ക് അത് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കത്തില്ലേ? അതുപോലെ ഒരു ആഗ്രഹം ഒരു ദൈവ പൈതലിന് തോന്നിക്കും. എന്താണ്? ദൈവം ജോബിനെക്കുറിച്ച് പറഞ്ഞ പോലെ എന്നെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിലെന്ന്. എന്താണ്? എൻ്റെ ദാസനായ ജോബിനെ നീ കണ്ടോ? എന്നിട്ട് ജോബിൻ്റെ നിഷ്കളങ്കതയും നീതിനിഷ്ഠയും ഒക്കെ ആണ്. പക്ഷെ ആ നീതിനിഷ്ഠ എന്ന് പറയുമ്പോൾ നീതിനിഷ്ഠ എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ജോബിൻ്റെ നീതിനിഷ്ഠ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? അത് ഈ 2:10. എന്താണ്? ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോഴും ഈ നീതിശാസ്ത്രം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എന്താണ്? ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിച്ച നമ്മൾ. അത് വായിച്ചത് 2:10. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ. അതാണ് നീതി എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ദാസനെ നീ കണ്ടു. ആ ഭാഗം വായിച്ചേ. ജോബ് 2:3. ജോബ് 2:3 2:10 നമ്മളെ കണക്ഷൻ. എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ. അവനെ പോലെ നിഷ്കളങ്കനും നീതിനിഷ്ഠനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ. ഇപ്പം എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീതിനിഷ്ഠ എടുത്ത് പറയുന്നുണ്ട്. ഈ നീതിനിഷ്ഠ ആധ്യാത്മികമൊക്കെ ദൈവവുമായിട്ടുള്ള ജീവിത ഇടപാടുകളിലും ഈ നീതി അവൻ സ്വയം സഹിച്ചുകൊണ്ട് നീതി തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതാണ് ചോദിക്കുന്നത്. ദൈവത്തിൽ നിന്ന് നമ്മൾ ഒത്തിരി നന്മ സ്വീകരിച്ചവരാണ്. അപ്പം ദൈവത്തിൽ നിന്ന് എപ്പോഴും തിന്മകൾ വരുമ്പോഴും നമ്മൾ അതിനെ എന്തുകൊണ്ടാണ് അലോസരപ്പെടുന്നത്? അതാണ് അവൻ്റെ നീതിബോധം എന്ന് പറയുന്നത്. ഇതൊരു ഉയർന്ന നിലവാരമുള്ള
ഒരു മാനവികതയാണ് ജോബ് കാഴ്ചവെക്കുന്നത്. ആത്മീയത മാത്രമല്ല, ഒരു ആത്മീയ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ നിയമം അവതരിപ്പിക്കുന്ന ഒരു വലിയ സങ്കല്പമല്ല, വലിയൊരു സ്റ്റാൻഡേർഡാണ് ആത്മീയ മനുഷ്യൻ. ഈ ആത്മീയ മനുഷ്യൻ ശരിക്കും വളർന്നു തുടങ്ങുന്നത് ജോബിലൂടെയാണ് വളർന്നു വരുന്നത്. അപ്പോൾ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, മസ്റ്റ് ബി നോട്ട് ടേക്ക് സോറോ ടു, മസ്റ്റ് എന്നല്ല എഴുതി, ഇംഗ്ലീഷിൽ കുറച്ചുകൂടി രസമാണ്. മസ്റ്റ് ബി നോട്ട് ടേക്ക് സോറോ ടു. ഞാൻ എൻ്റെ മനസ്സിലൊക്കെ ഞാൻ ആ വാക്ക് ഇങ്ങനെ ഇടക്ക് മനസ്സിലിങ്ങനെ വല്ലാതെ ചുമ്മാ കയറി വരും. ഈ നമ്മളൊക്കെ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ വാതിലെ മുട്ടിക്കൊണ്ടല്ലേ ഓരോ മുറി ചെല്ലുമ്പോൾ മറ്റുള്ളവരുടെ മുറി ചെല്ലുമ്പോൾ മുട്ടുകയല്ലേ. അപ്പം അതുപോലെ പക്ഷെ മുട്ടാതെ എൻ്റെ മനസ്സിൽ കയറി വരുന്നൊരു വാക്കാണിത്. അനുവാദം ചോദിക്കാതെ മുട്ടാതെയും എൻ്റെ മനസ്സിലോട്ട് കയറി വന്ന വാക്കാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റ് വി നോട്ട് ടേക്ക് സോറോ ടു, മസ്റ്റെന്നാണ് ഉപയോഗിച്ചിരിക്കണത്. അതാണ് വിഷയം. അപ്പോൾ അതിനൊരു ഓപ്ഷൻ ഇല്ല, ഇതിനൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇതിനൊരു തിരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലില്ല? നമുക്ക് നന്മ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടില്ല. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ തിന്മയെന്നും പറഞ്ഞ സംഭവത്തെ സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാം സൃഷ്ടിച്ചും പാമ്പിനെ വരെ സൃഷ്ടിച്ചും പറഞ്ഞു എല്ലാം നല്ലതാണെന്ന് കണ്ടു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉൽപ്പത്തി 1:31. ഉൽപ്പത്തി 1:31. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. അതായത് ഇത് ബൈബിളിൻ്റെ ആദ്യ കാലങ്ങളിൽ തന്നെ ദൈവം നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. കാര്യം, ദൈവം സൃഷ്ടിച്ചതിൽ തിന്മകളില്ല, നമ്മളെ കൈകാര്യം ചെയ്യുന്നതിലാണ് തിന്മ വരുന്നത്. ഇപ്പോൾ പാമ്പിൻ്റെ കാര്യം തന്നെ ദൈവം പാമ്പിനെ സൃഷ്ടിച്ചതാണ്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? പാമ്പിനെ സൃഷ്ടിച്ചൊരു ദൈവമല്ലേ. പക്ഷേ എന്താ പറയണത്? നന്മ തിന്മകളെന്നൊക്കെ പറയുമ്പോൾ ഇത് അത് തിന്മയെ വരണത് എങ്ങനെയാണ്? അത് ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് സെക്കൻഡ് റെഫറൻസ് കൊടുത്തപ്പോഴാണ് അത് തിന്മയായി പോയത്. ഈ വിഷയം വരണത്. അപ്പോൾ നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക എന്നുള്ളത് ബൈബിൾ മുഴുവനായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ഫ്രെയിം ഓഫ് റെഫറൻസാണ്. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന കൽപ്പന ഇങ്ങനൊരു വാട്ടർ മാർക്ക് പോലെ, ഉൽപ്പത്തി പോലെ, ഇപ്പോൾ ആദിപാപം പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ബുദ്ധിമാനായ മനുഷ്യൻ അവനെന്താ ചെയ്യേണ്ടത്? ബുദ്ധിമാനെ. ഇപ്പോൾ യേശു വന്നപ്പോഴും വിഡ്ഢികളെ കർത്താവ് ഇടക്ക് പോയിട്ടുള്ള വാക്കുകളാണ്. എന്താണ്? വിഡ്ഢിയായ മനുഷ്യൻ, ബുദ്ധിമാനായ മനുഷ്യൻ. അപ്പോൾ ബുദ്ധിമാനായ മനുഷ്യനെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വിഡ്ഢിയായ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവം ഒരു സ്പിരിച്വലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ശരിക്കും റെഫറൻസിൽ കൊണ്ടുവരണത്. ബുദ്ധിമാനായ മനുഷ്യൻ എന്ത് ചെയ്യും? ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കും. ബുദ്ധിമാനായ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് നന്മ വരണത് പോലെ തന്നെ തിന്മയും സന്തോഷത്തോടെ സ്വീകരിക്കും. അത് ബുദ്ധിയാണ്. മനസ്സിലായേ? അതായത് ബൈബിൾ പറഞ്ഞു വെക്കണമെന്നറിയാമോ? ദൈവത്തിൻ്റെ മനസ്സ് ഫോളോ ചെയ്ത് ജീവിക്കണമെങ്കിൽ നമുക്ക് കുറഞ്ഞ പക്ഷം കുറച്ച് ബുദ്ധി വേണമെന്നാണ്. അതായത് വികാരമല്ല വേണ്ടത്, ബുദ്ധിയാണ് ശരിക്കും വേണ്ട. അവിടെ അതറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണം എന്തുകൊണ്ടാണ് ബുദ്ധി വേണമെന്ന് പറഞ്ഞാൽ, ആധ്യാത്മിക വിവേചന ശക്തിക്കാണ് ദൈവം വിവേചിക്കാനുള്ള ആദ്യം മുതൽ വിവേചന വിഷയം ഒരു വല്ലാത്ത വിഷയമാണ്. നന്മയും തിന്മയും വിവേചിക്കുക ഉൽപ്പത്തി പുസ്തകത്തിൽ അവതരിപ്പിച്ച ഒരു സബ്ജക്റ്റാണത്. നന്മയും നന്മയും തിന്മയും തമ്മിലുള്ള വിവേചനം. എന്നിട്ട് അത് ആണ് ബൈബിൾ ബുദ്ധി എന്ന് ഇടയ്ക്കിടയ്ക്ക് ഈശോയിൽ പറയണം. ഈശോയുടെ കാലം വരുമ്പോൾ ഈ ബുദ്ധി പറയുന്നുണ്ട്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. അതായത് ഇപ്പം പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ അവിടുന്ന് തന്നെ നയിക്കും അല്ലേ? അത്
നിശ്ചലമായ ജലാശയത്തിലേക്ക് അവിടുന്ന് തന്നെ നയിക്കും. പച്ചയായ പുൽപ്പുറങ്ങൾ അവിടുന്ന് തന്നെ കിടത്തും. അപ്പോൾ അത് പോസിറ്റീവ് അല്ലേ? അത് പോസിറ്റീവ് അല്ലേ? അന്ന് വായിച്ച ഭാഗം വായിച്ച് 23-ാം സങ്കീർത്തനം 2-ാം തിരുവചനം. 23-ാം സങ്കീർത്തനമാണ് 2-ാമത്തെ തിരുവചനം. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. ഓ, സൂപ്പറാണത്. ശരി, നിശ്ചലമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അപ്പം ഒരു ബ്ലെസ്സിങ്സാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാമല്ലോ, പച്ചയായ പുൽപ്പുറങ്ങളും നിശ്ചലമായ ജലാശയത്തും കുടിയും തീറ്റിയുടെ ആടിൻ്റെ കുടിയും തീറ്റിയുമാണ് തീറ്റയും കുടിയുമാണ് ഉദ്ദേശിക്കുന്നത്. വിശ്രമവും 3 കാര്യങ്ങൾ ഭൗതികമായ വിഷയങ്ങളാണ്. അപ്പോൾ ഭൗതികമായ വിഷയങ്ങളിലേക്ക് ദൈവം നമ്മളെ നയിക്കും, അനുഗ്രഹത്തിലേക്ക് നയിക്കും. ഇപ്പം അവർക്ക് വീഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞത് കൂട്ടി വായിക്കാവുന്നതാണ്. ഇവിടെ യോഹന്നാൻ 2:5 അമ്മ കാനായിലെ കല്യാണ വീതി ചെല്ലുമ്പോൾ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിന് സമയമായില്ല എന്നുള്ള ഒരു വിഷയം ഈശോ പറയുന്നുണ്ടെങ്കിലും പ്രഖ്യാപിത നിലപാട് എന്താണ്? പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് മനുഷ്യനെ എന്താ ഒന്ന് വായിച്ചത്? 23:2 സങ്കീർത്തനം. പച്ചയായ പുൽത്തകിടികളിൽ അവിടുന്ന് എനിക്ക് വിശ്രമം വരളും. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. പുല്ലും വെള്ളവും കൊടുത്ത് തീറ്റി വിശ്രമിപ്പിക്കുന്ന ഭൗതിക ആനുകൂല്യങ്ങളിലേക്ക് ദൈവം നയിക്കും. ജോലിയില്ല, വീടില്ല, വിവാഹം ഒക്കണില്ല, മക്കളില്ല എന്നൊക്കെ പറയുന്ന വിഷയങ്ങളില്ലേ, പ്രഖ്യാപിതമായിട്ട് ഇത് നമുക്ക് നേരത്തെ ദൈവം അഷ്വർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ എന്താ പ്രശ്നം? വേറെ പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഈ അഷ്വറൻസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാലാവസ്ഥാ ഭേദങ്ങളെക്കുറിച്ച് ഒരു ഇൻ്റലിജൻ്റ് വേണം. നമുക്ക് എന്താണ്? നമ്മളെ ഈ സാധ്വല സമതലങ്ങളിലേക്ക്, പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ദൈവം തന്നെയാണ് അവിടുന്ന് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് ആ മസ്റ്റ് വി നോട്ട് ടേക്ക് സോറോ ടുവിൻ്റെ ഭാഗമാണ്. അത് യേശുക്രിസ്തുവിനെ യോർദാൻ നദിയിൽ, അതായത് നിശ്ചലമായ ജലാശയത്തിൽ നിന്നും ആണ് ആ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലൂക്ക 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ ഇത് കണ്ടല്ലേ, ഇത് നിസ്സാരമായൊരു വചനമല്ല. ഇതിൻ്റെ കണക്ഷൻ കിടക്കുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിലും നിശ്ചലമായ ജലാശയങ്ങളുമാണ്. അവിടുന്ന് തന്നെ പച്ചയായ പുൽപ്പുറങ്ങൾ അവിടെ നിന്ന് കിടത്തും, നിശ്ചലമായ ജലാശയത്തേക്ക് അവിടെ തന്നെ നയിക്കും. അങ്ങനെ നയിച്ച് ജോർദാൻ നദിയിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഈശോ പരിശുദ്ധം നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? കാലാവസ്ഥ മാറി. മസ്റ്റ് വി നോട്ട് ടേക്ക് സോറോ ടു ചോദിക്കണില്ലേ? ആ ദൈവത്തിൻ്റെ ചോദ്യമാണത്. അത് ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ഒരു വിശ്വാസത്തെ തുടരാൻ നിങ്ങൾ അക്സെപ്റ്റബിൾ അല്ല. അതാണ് വിഷയം. മസ്റ്റ് ബി നോട്ട്. അത് നിസ്സാര കാര്യമല്ലത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോർദാനിൽ നിന്ന് പിന്നെന്താണ് എഴുതിയിരിക്കുന്നത്? ആ ജോർദാൻ നദിമുഖത്ത് നിന്ന് എങ്ങോട്ടാണ് ഈശോ പോണത്? ഒന്ന് വായിച്ചത് ലൂക്ക 4:1. അതെ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജോർദാനിൽ നിന്ന് മടങ്ങി, ജോർദാൻ നദിമുഖത്തിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പം നോക്കിയേ, ഇവ മൗനമായി തന്നെ പോവുകയാണ്. യാതൊരു റിയാക്ഷനും ഇല്ല, റെസ്പോൺസില്ല, അതുപോലെ തന്നെ മൽപ്പിടുത്തങ്ങളില്ല, ഒന്നുമില്ല. അതായത് ഈ നദീമുഖത്ത് നിന്ന് പിന്നീട് നേരെ ഓപ്പോസിറ്റ് കാലാവസ്ഥയിലേക്കാണ് ഈശോ പോണത്. അതുകൊണ്ടാണ് ജോബ് ചോദിക്കുന്നത്, മസ്റ്റ് ബി നോട്ട് ടേക്ക് സോറോ ടു. അതൊക്കെ മുമ്പ് ഈശോയ്ക്ക് ഒരു
സ്റ്റാറ്റസ് കൊടുക്കും ദൈവം. ഭയങ്കര രസമാണ് ഈ ബൈബിള്. അതായത് ഈ ജോർദാൻ നദി വെച്ച് ഈശോയ്ക്ക് സ്റ്റാറ്റസ് കൊടുക്കും. എന്താ പറയണത്? ദിസ് ഈസ് മൈ ബിലവഡ് സൺ. അതാണ് സ്റ്റാറ്റസ്. ഈ സ്റ്റാറ്റസ് വാങ്ങിച്ചിട്ടാണ് ഈശോ മരുഭൂമിയിലേക്ക് പോണത്. അവരൊന്നും എടുത്തേ. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. ഇതാണ് ഈശോയ്ക്ക് കിട്ടിയ സ്റ്റാറ്റസ്. എന്താണത്? പദവി എന്താണ്? ഇവൻ എൻ്റെ, ദിസ് ഈസ് മൈ ബിലവഡ് സൺ. ഇപ്പം സ്റ്റാറ്റസ് ഡിക്ലെയർ ചെയ്ത് ഡിഫൈനായി അല്ലേ? ഇനി മരുഭൂമി എന്താ? ഇനി നേരെ ഈശോനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകണ കാണാം. നമ്മുടെ ജീവിതമായിട്ട് കൂട്ടിച്ച് വായിക്കണം കേട്ടോ. ഇത് നമ്മൾ പലപ്പോഴും ജീവിക്കുന്ന ജീവിതം ആധ്യാത്മിക ജീവിതമല്ല, ഭക്ത ജീവിതമാണ്. ഭക്ത ജീവിതം ആർക്ക് വേണം? നമ്മളെല്ലാം ജീവിച്ചു കൊണ്ട ജീവിതം ഉണ്ടല്ല, ഭക്ത ജീവിതമാണ്. ഭക്ത ജീവിതവും ബൈബിൾ ജീവിതവും തമ്മിൽ ചില സമയത്ത് സമാന്തര രേഖയായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യൻ ഗതി പിടിക്കാത്തതിൻ്റെ കാരണം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഇപ്പം ഭക്തിയുടെ കൊടുമുടിയിൽ നിന്ന് ഈശോ ഇറങ്ങി എങ്ങോട്ടാണ് പോണത്? ആത്മാവിനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അപ്പോൾ അവൻ്റെ ഈ സ്റ്റാറ്റസ് എന്താണ്? ബിലവഡ് സണ്ണാണ്. ഈ ബിലവഡ് സൺ ആരുടെ ബിലവഡ് സണ്ണാണ്? ദിസ് ഈസ് മൈ ബിലവഡ് സണ്ണാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്വന്തം പുനോമന മകനാണ്. അതാണ് സ്റ്റാറ്റസ്. ഇനി മരുഭൂമി എക്സ്പീരിയൻസ് വരുമ്പോൾ ഇപ്പം ഈ എക്സ്പീരിയൻസ് എന്ത് എക്സ്പീരിയൻസാണ്? ദൈവം നമ്മുടെ പിതാവാണ്. നമ്മളെ ദൈവത്തിന് മഹത്വവും അതുപോലെ തന്നെ നമ്മൾക്ക് ദൈവം അംഗീകാരമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പശ്ചാത്തലപ്പുറങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. നിശ്ചയമായ ജലാശയത്തിൽ നമ്മൾ നിൽക്കുകയാണ്. അവളും കുടിച്ച് വിശ്രമിച്ച് നിൽക്കുകയാണ്. ഇവിടുന്ന് നേരെ കാലാവസ്ഥ ഭേദത്തിലേക്ക് വരും. പിന്നെ എങ്ങോട്ടാണ് പോണത്? മരുഭൂമിയിലേക്ക്. ഈ മരുഭൂമി കൊണ്ടുപോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ബോധമുണ്ട്. എന്താ കാര്യം? ലൂക്ക 4:1 യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. അതായത് ഈ ജോർദാനിൻ്റെ എല്ലാ സർവ്വസമ്പദ് സമൃദ്ധിയിൽ നിന്നും മടങ്ങുകയാണ്. എപ്പോഴായാലും മടങ്ങേണ്ടി വരും മക്കളെ. ദൈവ പൈതലാണ് നീ. ജോബ് മടങ്ങിയത് കണ്ടില്ലേ? ഇപ്പം ഈശോയും മടങ്ങുകയാണ് ശരിക്കും. അതായത് എപ്പോഴും സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടം വന്നാൽ നമ്മുടെ മനസ്സിന് ആദ്യമേ ഉണ്ടാകണം ഇവിടുന്ന് മടങ്ങേണ്ടി വരുമെന്ന്. ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ ഭക്തിയും പ്രാർത്ഥനയും കാണിക്കുന്നത്? മടങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? ശരിയല്ലേ? അതായത് നമുക്ക് പണിയുണ്ടാക്കല്ലേ, പണി വരല്ലാതിരിക്കുന്നത്. പക്ഷേ ദൈവപൈതലാണെങ്കിൽ ഈ ബൈബിളിലെ നിർഭയത്വം എന്താണ്? ബൈബിളിലെ നിർഭയത്വം എന്ന് പറയുന്നത് വിൽ ഓഫ് ഗോഡ് സ്വീകരിക്കാനുള്ള കഴിവിനാണ് നിർഭയത്വം എന്ന് പറയുന്നത്. അല്ലാതെ ഇടിവെട്ടും പാമ്പ് കഴിയുമൊന്നുമല്ല. ബൈബിളിലെ നിർഭയത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽ ഓഫ് ഗോഡ് കാലാവസ്ഥ ഭേദങ്ങളോടുകൂടി അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവിനാണ് ബൈബിൾ നിർഭയത്വം എന്ന് പറയുന്നത്. എന്താ കാര്യം? ഈ നിർഭയത്വത്തിൻ്റെ കൂടെ വേറൊരു സാധനം വരുന്നുണ്ട്. ഫിയർ നോട്ട്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് അറ്റ് ഹാൻഡ്. അതായത് തമ്മിൽ യോജിച്ചാൽ പോണത്. വിൽ ഓഫ് ഗോഡ് വരുമ്പോൾ ഇപ്പം ഈശോ ആത്മാവ് അവനെ, വിൽ ഓഫ് ഗോഡാണത്. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. പറഞ്ഞ മക്കളെ, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പം അതൊരു ദൈവ പൈതലാകുമ്പോൾ സ്വാഭാവികമായിട്ടും മരുഭൂമിയാണെങ്കിലും നയിക്കണ ദൈവമാണെന്നൊരു ബോധം ഉണ്ടാകണം. ഇപ്പം കടമാണ്, രോഗമാണ്, ഭർത്താവ് എന്നോട് സംശയമാണ്, എൻ്റെ മക്കളുടെ മുമ്പിൽ എനിക്ക് വരയില്ല എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോഴും ഓർക്കണം ദൈവവേദനെ, നീ പതറരുത്, ഭയപ്പെടുകയും ചെയ്യരുത്. എന്താണ്? നയിക്കണത് ദൈവമാണെന്നുള്ള ബോധം ഉണ്ടാകണം. ആത്മാവ്
ആത്മാവ് അവനെ എങ്ങോട്ട് നയിച്ചു? ആത്മാവ് പണ്ട് ഇവനെ നയിച്ചു. എങ്ങോട്ടാണ് നയിച്ചത്? ജോർദാൻ നദിയിലേക്ക്, നിശ്ചലമായ ജലാശയത്തിലേക്ക് നയിച്ച അതേ ആത്മാവ് തന്നെ ഒന്നുറങ്ങി എഴുന്നേറ്റപ്പോൾ കാലാവസ്ഥ മാറി. എന്താണ്? ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഇതേ ആത്മാവ് തന്നെ. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം ധൈര്യം വേണം. കാര്യം നമുക്കിത് മസ്റ്റ് വി നോട്ട് ടേക്ക് സോറോ ടു. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ദിവസങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതായത് ഇതെല്ലാം കണക്റ്റഡാണ്. ഇതെല്ലാം വെച്ചാൽ നമ്മൾക്ക് ഇനി ഈശോ മരുഭൂമിയിൽ ചെല്ലുമ്പോഴെന്താ സംഭവിക്കണത്? മരുഭൂമി ചെല്ലുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതെല്ലാം സംഭവിക്കുന്നുണ്ട് അവിടെ. എന്താ കാരണം? അത് മരുഭൂമിയിൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? പരീക്ഷണങ്ങളാണ് വരണത്. പിന്നെ മരുഭൂമി എന്ന് പറഞ്ഞാൽ പിന്നീട് വചനം ഞാൻ ഓർത്തില്ല ഈ ബൈബിൾ ഇത്രയും ഡെപ്താണെന്നറിയത്തില്ലേ. വിലാപങ്ങളുടെ പുസ്തകത്തിലൊക്കെ കണ്ടില്ലേ 3:22 ഓരോ ദിവസവും കർത്താവ് പുതിയ സ്നേഹമെന്ന് പറയാൻ. ഇതുപോലെയാണ് പുതിയ സ്നേഹവും പുതിയ സംഭാഷണവും. ഒരേ വചനം തന്നെ ആയിരിക്കും, പക്ഷേ ഓരോ ദിവസവും കർത്താവ് വ്യത്യസ്തങ്ങളായ വചനത്തിന് പ്രത്യേകമായ കമ്മ്യൂണിക്കേഷൻ മോഡ് തരും. ഒരേ വചനത്തിൻ്റെ ഫ്രെയിം എടുത്തിട്ട് അതിലൂടെ മൾട്ടി കമ്മ്യൂണിക്കേഷൻസ് നടത്തും. സംവേദനം ചെയ്യുന്ന ആശയങ്ങൾ വ്യത്യസ്തമായിരിക്കും. സംഭാഷണവും വാക്കുകളെല്ലാം ഒന്നായിരിക്കും, ആശയം വേറെ ആയിരിക്കും. അങ്ങനെ വചനം കമ്മ്യൂണിക്കബിൾ ആകണത്. സംഭാഷണമൊക്കെ എല്ലാം ഒന്നായിരിക്കും, ആശയം വേറെ ആയിരിക്കും. പലപ്പോഴും അതാണ് ഈ ഓരോ പ്രഭാതത്തിലും. ഇപ്പം നിങ്ങൾ ഓരോ പ്രഭാതത്തിലും വിലാപങ്ങൾ എടുത്തേ. വിലാപങ്ങൾ 3:22-23. വിലാപങ്ങൾ 3:22-23. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലെ അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. നമ്മുടെ ഓരോ ജീവിതത്തിലും ദൈവത്തിന് പുതിയ പുതിയ കാര്യങ്ങളും പുതിയ ദൈവാനുഭവങ്ങളും പുതിയ ലൈഫ് ഒരിക്കലും ഒരു മൊണോട്ടണസ് ആകത്തില്ല. ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ലൈഫ് മൊണോട്ടണസ് ആയിരിക്കും, ചിലർക്ക് ബോറടിക്കത്തില്ലേ. കാരണം ദൈവമായിട്ട് നമുക്ക് ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആദ്യം മാറുന്നത് ബോറായിരിക്കും. നമ്മൾ എത്ര വലിയ ഒരു ആൾക്കാരായാലും ഇപ്പോൾ ഭൂപേന്ദ്ര സിംഗ് അങ്ങനെ ഒരു രാജാവുണ്ടായിരുന്നു, പഞ്ചാബിയായിരുന്നു. അയാളുടെ ഒരു കുതിരവണ്ടി മുഴുവൻ രത്നങ്ങളായിരുന്നു അദ്ദേഹം മരിക്കണ കാലത്ത്. അതിങ്ങനെ തറപ്പടിട്ട് മൂടി അറിയത്തില്ല. പുള്ളി മരിച്ചു കഴിഞ്ഞാൽ ആരോ ക്ലീൻ ചെയ്യാൻ ചെന്നപ്പോഴാണ് ഈ രത്നം മുഴുവൻ കാണുന്നത്. അത്രയ്ക്ക് സമ്പന്നനായിരുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ രോഗം എന്താ? അദ്ദേഹത്തിൻ്റെ രോഗം എന്താ? ബോറ് ഭയങ്കര മുഷിപ്പാണ്. ദ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, അതിൽ ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഡൊമിനിക് ലാപ്പിയോൻ്റെ പുസ്തകമാണ് അതിനകത്ത്. അപ്പോൾ അദ്ദേഹത്തിന് പേർഷ്യയിൽ നിന്ന് വൈദ്യന്മാർ വന്നിട്ട് പ്രാവിൻ്റെ കരൾ അരച്ച് കൊടുത്താണ് ഈ മനുഷ്യൻ്റെ ബോറ് മാറ്റാൻ നോക്കണത്. മാറിയില്ല, നടന്ന കാര്യമാണ്, ചരിത്രമാണത്. ബോറ് മാറാത്തൊരു സാധനമാണത്. പക്ഷേ ദൈവം ആണ് ശരിക്കും ബോറ് മാറ്റാൻ ഏറ്റവും നല്ല ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവ സ്നേഹത്തിലായിക്കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ലൈഫിനെ പുതുക്കിക്കൊണ്ടേയിരിക്കും. ചിന്ത പുതുക്കും, അഭിരുചികൾ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ഓരോരോ സിറ്റുവേഷൻസ് മാറുമെന്നാണ് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയല്ല, സിറ്റുവേഷനെ കാണാനുള്ള ഒരു അഭിരുചികളും അതുപോലെ തന്നെ ആശയ സംവേദനങ്ങളും അത് നമ്മളിലുണ്ടാക്കുന്ന ഈ സിറ്റുവേഷൻസും നമ്മളുണ്ടാക്കുന്ന അനുഭൂതികളൊക്കെ വ്യത്യസ്തമായിരിക്കും. അതായത് സിറ്റുവേഷണൽ അനോയിൻറ്റിങ് എന്ന് പറയും. ഇപ്പോൾ ഒരു വൈഫ് തന്നെ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് തന്നെ ഇപ്പോൾ ചില ആൾക്ക് വയസ്സന്മാരൊക്കെ സ്നേഹിക്കണില്ലേ ശരിക്കും? അതെന്താ കാര്യം? വയസ്സന്മാർ
ചെറുപ്പക്കാരെ സ്നേഹിക്കുന്നതിനേക്കാളും വയസ്സന്മാരായിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നവരുണ്ട്. അതെന്താ കാര്യം? അവരുടെ ബോഡിയുടെ ഒരു വസന്തകാലം കഴിഞ്ഞെങ്കിലും അനോയിൻറ്റിങ് അവിടെ നിലനിൽക്കുന്നുണ്ട് സ്നേഹത്തിൻ്റെ. അവർക്ക് പുതിയൊരു അഭിഷേകം കിട്ടിയിരിക്കുന്നതാണത്. ഈ വാർദ്ധക്യം എന്ന് പറയുന്ന പോലും ഒരു സങ്കല്പം മാത്രമാണ്. അനുഭവതലത്തിലെ അഭിഷേകമാണ് സത്യം എന്ന് പറയുന്നത്. എന്താണ്? 75 വയസ്സായാലും ചില വൈഫ് ഹസ്ബൻഡും ഒക്കെ അവർ പണ്ട് സ്നേഹിച്ചേക്കാൾ നല്ലവണ്ണം സ്നേഹിച്ച് പോകുന്നുണ്ട്. അത് പുതിയൊരു അനുഭൂതി, അഭിഷേകം കിട്ടിയിരിക്കുകയാണ്, പുതിയ അഭിഷേകം. ഈ പുതിയ അഭിഷേകം എന്നുള്ളത് ബൈബിൾ മുന്നോട്ട് വെക്കുന്ന സൃഷ്ടികൾക്ക് സർവൈവ് ചെയ്യാനും ബോറ് മാറ്റാനും വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സാധ്യതയാണ് പുതിയ അഭിഷേകം.